The Lord your God is in your midst, a warrior who gives victory. Book of Zephaniah, chapter 3, verse 17. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സ്നേഹം നിറഞ്ഞവരെ, പരീക്ഷകളുടെ എക്സാമിനേഷൻസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ചൂട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ കാലാവസ്ഥ തന്നെ ഒരു പരീക്ഷയുടെ സമയമാണ്, ഒരു പരീക്ഷണത്തിന്റെ സമയമാണ്. അതിനുള്ളിൽ പരീക്ഷകളുടെ, നമ്മളുടെ കലാലയങ്ങളുടെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ എല്ലാം എക്സാമിനേഷൻസിന്റെ സമയവുമാകുമ്പോൾ പ്രിയപ്പെട്ട വല്ലാത്ത ഉഷ്ണവും വല്ലാത്ത പേടിയൊക്കെ ഉള്ള ഒത്തിരി അനുഭവിക്കുന്ന പല മക്കളുണ്ട്. പലപ്പോഴും വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ആ കടമ്പ കടക്കാനായിട്ട് വളരെ വിഷമിക്കുന്ന, പ്രത്യേകിച്ച് ആങ്സൈറ്റീസ് വറീസും ഒക്കെ ഉള്ള മക്കളെ പലരെയും കണ്ടുമുട്ടാറുണ്ട്. പ്രാർത്ഥനയിലും അവരെ സഹായം തേടി വരുന്നവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വിജയം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തമായ ചിത്രം സെഫാനിയ പ്രവാചകൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ ഈ തിരുവചനം തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, നമുക്ക് വിജയിക്കാനായിട്ട് നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്, നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കാം, നിനക്ക് വിജയം നൽകുന്ന, നിന്നെ രക്ഷിക്കാനായിട്ട്, നിന്റെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട്, നീ തളർന്നു പോകാതെ, നീ തകർന്നു പോകാതെ, നീ വീണു പോകാതെ നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി പൊരുതുന്ന ഒരു യോദ്ധാവ്, അത് നിന്റെ ദൈവമായ കർത്താവ്. നീ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെ പങ്കുവയ്ക്കുമ്പോൾ, നീ ഒന്ന് പരിശ്രമിക്കുമ്പോൾ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിജയം സുനിശ്ചിതം. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ദൈവം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. ആമേൻ. എക്സാമിനേഷൻസ് എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞുപോയ പരീക്ഷകളും, എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളും, വരാനിരിക്കുന്ന പരീക്ഷകളെല്ലാം ഈശോയുടെ മുന്നിൽ, പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനേഷൻസ് എഴുതുന്ന മക്കൾ അവരാഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് നയിക്കാനായിട്ട്, അർഹിക്കുന്ന വിജയത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ പ്രാർത്ഥനകളും സഹോദരങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ചേർത്ത് വയ്ക്കുന്നു. ലോകമെമ്പാടും ഈ മക്കൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ RRC ധ്യാന കേന്ദ്രത്തിലും ഈ മക്കൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ചുകൊണ്ട്, ദിവ്യബലികൾ ചേർത്ത് വെച്ചുകൊണ്ട്, ആരാധനകൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും രക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം